നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 15 മാസത്തോളമായി തുടരുന്ന ഗാസയിലെ ആക്രമണത്തിന് വിരാമം കുറിക്കുന്ന വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രയേലി ക്യാബിനറ്റ്. 6 മണിക്കൂറിലേറെ നീണ്ട ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. ഇന്ന് ചേർന്ന നെതന്യാഹു നയിക്കുന്ന സഖ്യകക്ഷി മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗത്തിൽ 24 മന്ത്രിമാർ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നതിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ 8 മന്ത്രിമാർ കരാറിനെ എതിർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് ഇസ്രയേലിന്റെ സുരക്ഷാകാര്യ മന്ത്രിസഭ കരാറിന് അംഗീകാരം നൽകിയിരുന്നു. കരാർ പ്രകാരം ആദ്യത്തെ 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. ഈ കാലയളവിൽ ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേൽ പൗരന്മാരെ വിട്ടയക്കും. ഇതിനു പകരമായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ ഭരണകൂടവും വിട്ടയക്കും. ഞായറാഴ്ചയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെടിനിർത്തൽ ചർച്ചകൾക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും മധ്യസ്ഥത വഹിച്ച ബ്രെറ്റ് മക്ഗൂർക്കിനെ ഉദ്ധരിച്ച് വാർത്തകൾ വരുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 3 വനിതാ ബന്ദികളെ റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറുന്നതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മക്ഗൂർക്ക് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 3 വനിതാ ബന്ദികളെ റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറുന്നതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മക്ഗൂർക്ക് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 ബന്ദികളെ മോചിപ്പിച്ച് 7-ാം ദിവസം 4 വനിതാ ബന്ദികളെ കൂടി ഹമാസ് വിട്ടയക്കുമെന്നാണ് നിലവിലെ ധാരണയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഓരോ 7 ദിവസം കൂടുമ്പോഴും കൂടുതൽ തടവുകാരെ വീതം വിട്ടയക്കും. ഇസ്രയേലിന്റെ നിയമകാര്യ മന്ത്രാലയം വിട്ടയക്കുന്ന 95 പലസ്തീൻ തടവുകാരുടെ പട്ടിക വെള്ളിയാഴ്ച പുറത്തിറക്കിയിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചെന്ന് നേരത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി പ്രഖ്യാപിച്ചിരുന്നു. ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച ഖത്തർ ഭരണാധികാരിയുടെ പ്രഖ്യാപനം. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്തും ഖത്തറും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിർണായക കരാർ യാഥാർത്ഥ്യമായത്. 3 ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു.